ഇക്ബാൽ ബാവോട് ഇന്നലെയും ഇന്നും ടി മുഹമ്മദ് ബഷീർ, അതായത് ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളുടെ റാങ്ക് ആൻഡ് ഫയലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരു പ്രധാനപ്പെട്ട നിലപാടാണ്, പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. PM സലാം പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ ചർച്ചയിൽ അങ്ങ് തന്നെ നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ അങ്ങ് തന്നെ പറഞ്ഞത് എത്ര കാലമായി ലീഗ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും കോൺഗ്രസ് അതിനോട് ചേർന്ന് നിൽക്കാതെ പോവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ്. ഇന്ന് പക്ഷേ ഒരു പോസിറ്റീവ് ചർച്ചയുണ്ടായി എന്ന് ലീഗും കോൺഗ്രസും പറയുന്നു. പക്ഷേ അത് രാജ്യസഭാ സീറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ് എന്ന് KPCC അധ്യക്ഷൻ തന്നെ തുറന്നു പറയുന്നു. ലീഗ് കീഴടങ്ങിയോ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തോ 3-ാം സീറ്റിൽ? 2019 3 സീറ്റ് വേണമെന്നൊരു ചർച്ച ലീഗ് കൊണ്ടുവന്നിരുന്നല്ലോ. 2019 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അന്ന് രാഹുൽ ഗാന്ധി വയനാട് വരികയും അതുപോലെ പിന്നെ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ലീഗ് അതിൽ വിട്ടുവീഴ്ച ചെയ്തതാണ്. അപ്പോൾ കണക്കുകൾ പ്രകാരം മലബാറിലെ 8 സീറ്റുകളിൽ 4 സീറ്റുകളെങ്കിലും ലോക്സഭാ സീറ്റുകളെങ്കിലും ലീഗിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയും എന്നിട്ട് അത്തരമൊരു ചർച്ച വരുമ്പോൾ രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാജ്യസഭാ സീറ്റ് നൽകുന്നത് ഒരിക്കലും മുസ്ലിം ലീഗ് അണികൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആഗ്രഹിക്കുന്ന ഒരു നിലപാടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ലോക്സഭാ സീറ്റ് കിട്ടുന്നതും രാജ്യസഭാ സീറ്റ് കിട്ടുന്നതും രണ്ട് തരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്നാമതായി രാജ്യസഭാ സീറ്റ് മുമ്പ് 2 ലീഗിന് അർഹതയുണ്ടായിരുന്നു. പക്ഷേ AK ആൻ്റണിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ലീഗിന് കൊടുക്കേണ്ടി വന്നതാണ്. അപ്പോൾ നിലവിൽ തന്നെ ലീഗിന് 2 രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ട്. അപ്പോൾ ആ രാജ്യസഭാ സീറ്റ് തന്നെ വീണ്ടും തരുമെന്ന് പറയുമ്പോൾ ലീഗിന് അവകാശപ്പെട്ട ലോക്സഭാ സീറ്റുകളുടെ കാര്യം എവിടെയാണ് പിന്നെ ചർച്ചയാവുന്നത്? കാരണം 2019 3-ാം സീറ്റിൻ്റെ ചർച്ച വന്നപ്പോൾ തന്നെ അപ്പം തന്നെ പറഞ്ഞിരുന്നു അടുത്ത ഇലക്ഷൻ അടുത്ത രാജ്യസഭ ഒഴിവ് വരുന്ന സമയത്ത് അത് ലീഗിന് കൊടുക്കാം. പക്ഷേ 2021 ഒഴിവ് വന്ന സമയത്ത് അത് ലീഗിൻ്റെ രാജ്യസഭാ സീറ്റായിരുന്നു. UDFന് മറ്റൊരാളെ വിജയിപ്പിക്കാനുള്ള കോറം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അതേ ആവശ്യം ഇപ്പോഴും വീണ്ടും നിലനിൽക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ 2-ാം രാജ്യസഭാ സീറ്റ് എന്നത് ലോക്സഭാ സീറ്റിന് തുല്യമായ ഒരു ആവശ്യമായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ലീഗ് നേതൃത്വത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സമവായത്തിലേക്ക് ചെല്ലേണ്ടി വരുന്നു എന്ന് തന്നെ കരുതുക. അതിൽ പല കാര്യങ്ങളുണ്ട് കേട്ടോ, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും അല്ല, പല കാര്യങ്ങളുണ്ട്. നമുക്ക് ചർച്ചയുടെ തുടർച്ചയിൽ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ലീഗിന്റെ അണികൾക്ക് സ്വീകാര്യമായൊരു തീരുമാനമായിരിക്കുമോ? തീർച്ചയായും ലീഗിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അഥവാ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ലീഗ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അഥവാ നിയമസഭയിലും ലോക്സഭയിലും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുകയും ലീഗിൻ്റെ സ്വാധീനം എല്ലാ മണ്ഡലങ്ങളിലും തെളിയിക്കുകയും ചെയ്യണമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ട് മുഴുവൻ അണികളും തൃപ്തിപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ UDFൻ്റെ കെട്ടുറപ്പിൻ്റെ ഭാഗമായി അതുപോലെ ലീഗ് അണികൾ കാലാകാലങ്ങളായി തുടർന്നു വന്നിട്ടുള്ള ഒരു നേതൃത്വത്തോടുള്ള ഒരു പിന്തുടരൽ സ്വഭാവമുണ്ട്. അതായത് നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ടാണ് ഈ ലീഗ് അണികൾ കൂടുതലും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിഭാഗം അണികൾ തീർച്ചയായും അത്തരം ഒരു തീരുമാനമുണ്ടായാലും തൃപ്തിപ്പെടും. പക്ഷേ സ്വാഭാവികമായും ലീഗിനുള്ളിൽ അതൃപ്തിയുണ്ട്. ലീഗിൻ്റെ നേതാക്കന്മാർക്കിടയിലും അണികൾക്കിടയിലുമൊക്കെ കോൺഗ്രസ് 3-മതൊരു സീറ്റ് എന്ന ആവശ്യത്തെ 3 MP എന്നൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ചർച്ച കൊണ്ടുപോവുകയും രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ തൃപ്തിപ്പെടുത്താമെന്ന രീതിയിലേക്ക് കാര്യങ്ങളും എത്തിക്കുകയും ചെയ്തതിൽ സ്വാഭാവികമായും അതൃപ്തി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.